ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ നവകേരള യാത്രയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ്. 5 പേർക്കും സസ്പെൻഷൻ. അനിൽ, സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് DGPയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. കെ അരുൺകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അല്പസമയത്തിനു മുമ്പാണ് സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയത്. 5 പോലീസുകാരെ, പിണറായി വിജയന്റെ സുരക്ഷാ വലയത്തിലുണ്ടായിരുന്ന 5 പോലീസുകാർ, വർഷങ്ങളായി അദ്ദേഹത്തിന്റെ PSO ആയിട്ട് ഗൺമാനായി നിൽക്കുന്ന അനിൽ കല്ലിയൂർ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരെ, അനിൽ കല്ലിയൂർ ഗൺമാനാണ്, എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നിവരെ, ഈ 5 പേരെയാണ് കുറ്റക്കാരായി SIT കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അവർക്കെതിരായിട്ടുള്ള സ്പെഷ്യൽ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോലീസ് ആസ്ഥാനത്തേക്ക് വന്നിരുന്നു. ഇന്നലെ വൈകുന്നേരം ആ റിപ്പോർട്ട് DGP പരിശോധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വിശദമായി പരിശോധിക്കുകയും പോലീസ് ആസ്ഥാനത്തിലെ മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ 5 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു. ആ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇവിടെ സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ച കാര്യവും ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ വാദങ്ങൾ നടക്കുന്നതിനിടെ SIT കോടതി അറിയിക്കും. എന്തായാലും ഇവർക്കെതിരെ, ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസുകാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും, എപ്പോൾ നടപടി ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഭരണത്തിൽ ആ മുഖ്യ ഭരണ കേന്ദ്രവുമായി ഏറ്റവും അടുത്ത് നിന്ന പോലീസുകാർ എന്ന നിലയിൽ അവരെ സംരക്ഷിക്കുന്ന എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തു. അവർക്കെതിരെ വകുപ്പ് നടപടി വേണമെന്നുള്ള മുൻ SP-യുടെ റിപ്പോർട്ട് തള്ളിയെന്നല്ല പൂഴ്ത്തി വച്ചു. അതിനുശേഷം കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരം ആ കേസ് അട്ടിമറിക്കാനുള്ള വൻ ഗൂഢാലോചന നടന്നു എന്ന് ആദ്യ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ തന്നെ മൊഴി നൽകുന്നു. അത് സംബന്ധിച്ചുള്ള സമാന്തരമായുള്ള അന്വേഷണം SIT നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്നത്തെ അന്വേഷണ സംഘം പരമാവധി മുക്കിയ അല്ലെങ്കിൽ കാണാതെ പോയ CCTV ദൃശ്യങ്ങൾ, മാധ്യമപ്രവർത്തകർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ, അതെല്ലാം പരിശോധിച്ചുകൊണ്ട് 30 ദിവസം കാലയളവാണ് പറഞ്ഞിരുന്നതെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റക്കാരാരാണോ അവരെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതിയിൽ SIT റിപ്പോർട്ട് നൽകി. ഇപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ടായി DGPക്ക് വന്നു. വിവിധ യൂണിറ്റുകളിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കീഴിലെത്തി അവിടെ നിന്നും മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വലയത്തിലേക്ക് എത്തിയവരാണ് ഈ പോലീസുകാരെല്ലാം. വിവിധ ജില്ലകളിൽ ഉള്ളവരുണ്ട്. അതുകൊണ്ട് ഓരോ ജില്ലാ പോലീസ് മേധാവിമാർക്കും യൂണിറ്റ് മേധാവിമാർക്കും ഈ റിപ്പോർട്ട് അയച്ച് ഓരോ യൂണിറ്റിൽ നിന്നും സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങുന്നതിനേക്കാൾ വളരെ പ്രധാനമായി DGPക്ക് ഒറ്റ ഉത്തരവിലൂടെ ഈ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ആയാലും അങ്ങനെയാണ് ഒറ്റ ഉത്തരവിൽ ഈ പറയുന്ന 5 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അല്പസമയത്തിന് മുമ്പ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇറങ്ങിയിരിക്കുന്നത്.